friends, welcome to English Mithra. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം വാക്കുകൾ ആണ് ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഈ മലയാളം വാക്കുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ നമ്മുടെ ഫസ്റ്റ് വേർഡ് ആണ് കുടിക്കുക. കുടിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? മിക്കവർക്കും അറിയാം കുടിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത്. ഡ്രിങ്ക് എന്നാണ് പറയുക. ഡ്രിങ്ക്. ഐ ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് കോഫി. ഞാൻ കോഫി കുടിക്കാറുണ്ട്. സോ ഡ്രിങ്ക് ആണ് കുടിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പക്ഷെ കുടിച്ചു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കുടിക്കുക എന്ന് പറയുമ്പോൾ ഡ്രിങ്ക്, കുടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കുടിച്ചു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയാം ഡ്രാങ്ക് എന്നാണ്. ഡ്രാങ്ക്. മിക്കവർക്കും കൺഫ്യൂഷൻ ഇതിലാണ്. DRANK. ഡ്രാങ്ക് എന്നാണ് നമ്മൾ കുടിച്ചു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു ചായ കുടിച്ചു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ എന്നാണ് പറയുക. സോ കുടിച്ചു എന്നുള്ളതിന് ഡ്രിങ്ക്ഡ് എന്നല്ല പറയുക, ഡ്രാങ്ക് എന്നാണ് പറയുക. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉള്ളവർ, അതിൽ സംശയമുള്ളവർക്ക് ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വാക്കാണ് വണ്ടി ഓടിക്കുക. വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് 2 വീലർ 3 വീലർ ഇതൊക്കെ വണ്ടി ഓടിക്കുക എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഡ്രൈവ് എന്ന് പറയാം നമ്മൾ. ഡ്രൈവ്. വണ്ടി ഓടിച്ചു എന്നെങ്ങനെ പറയാം? ഡ്രൈവ്ഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ കേസിൽ നമ്മൾ ഡ്രോവ് എന്നാണ് പറയുന്നത്. വണ്ടി ഓടിച്ചു, ഡ്രോവ് എന്നാണ് പറയാം. ഓക്കെ. ഇനി ഇത് വണ്ടി ഓടിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ മാറ്റിയിട്ട് ബൈക്ക് ആണെങ്കിലോ 2 വീലർ ആണെങ്കിലോ എങ്ങനെ നമ്മൾ പറയാം? ബൈക്ക് ഓടിക്കുക എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും ഇംഗ്ലീഷിൽ? ആ കേസിൽ നമുക്ക് റൈഡ് പറയാം. റൈഡ്. ഓക്കെ. ബൈക്ക് ഓടിക്കുക എന്നുള്ളതിന് നമ്മൾ റൈഡ് എ ബൈക്ക് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബൈക്ക് ഓടിച്ചു എന്നാണ് പറയുന്നതെങ്കിലോ, ബൈക്ക് ഓടിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ റോഡ് എന്ന് പറയും. റോഡ്. ഓക്കെ. ഐ റോഡ് എ ബൈക്ക് എന്ന് പറയും. ഞാനൊരു ബൈക്ക് ഓടിച്ചു. ഓക്കെ. ബൈക്ക് ഓടിക്കുന്നതിന് നമുക്ക് ഡ്രൈവ് എന്ന് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ റൈഡ് എന്നാണ് പറയുന്നത്. ആ ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട്. അപ്പം ഇത് മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വാക്കാണ് പോകുക. പോകുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഗോ എന്നാണ് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഗോ, പോകുക എന്നുള്ളതിന് ഗോ എന്നാണ് പറയുന്നത്. പക്ഷെ പോയി എന്നുള്ളതിന് നമ്മൾ എന്തായിരിക്കും ഇംഗ്ലീഷിൽ പറയാം? പോയി. പോയി എന്നുള്ളതിന് നമ്മൾ വെൻറ്റ് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന എങ്ങനെയാണ് പറയാം? ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഇനി ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി എന്ന് എങ്ങനെ പറയാം? ഐ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ എന്നാണ് പറയുന്നത്. സോ പോയി എന്നുള്ളതിന് പകരം നമ്മൾ വെൻറ്റ് എന്ന വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. നമുക്ക് അടുത്ത വാക്ക് നോക്കാം. അടുത്ത വാക്കാണ് കഴിക്കുക. കഴിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? കഴിക്കുക എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഈറ്റ് എന്ന് പറയാം. ഈറ്റ് എന്ന് പറയാം. ഓക്കെ. ഇനി കഴിച്ചു എന്നെങ്ങനെ പറയാം? കഴിച്ചു എന്നുള്ളതിന് നമ്മൾ എയ്റ്റ് എന്നാണ് പറയാം. എയ്റ്റ്. ഓക്കെ. കഴിച്ചു, എയ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഐസ്ക്രീം കഴിച്ചു, ഐ എയ്റ്റ് എൻ ഐസ്ക്രീം എന്ന് പറയും. ഓക്കെ. ഞാൻ ഐസ്ക്രീം കഴിക്കാറുണ്ട് എന്നെങ്ങനെ പറയും? ഐ ഈറ്റ് ഐസ്ക്രീം എന്ന് പറയും. നമ്മുടെ അടുത്ത വാക്കാണ് കരയുക. കരയുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? കരയുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ക്രൈ എന്നാണ് പറയുക. ക്രൈ. കരയുക, ക്രൈ. ഓക്കെ. അപ്പോൾ കരഞ്ഞു എന്നെങ്ങനെയാണ് നമ്മൾ പറയാം? ഞാൻ കരഞ്ഞു. അപ്പം ഐ ക്രൈ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ ക്രൈഡ് എന്നാണ് പറയേണ്ടത്. ക്രൈഡ്. സോ ഇവിടെ നമ്മൾ ഈ വൈ മാറിയിട്ട് അവിടെ ഐ ആയിരിക്കും വരിക. CR കഴിഞ്ഞിട്ട് ഐ ആയിരിക്കും വരിക. അപ്പോൾ ആ ചേഞ്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. കരയുക, ക്രൈ. കരഞ്ഞു, ക്രൈഡ്. ഇപ്പം ഇംഗ്ലീഷിൽ ഇപ്പം നമ്മൾ കരയുക, കരഞ്ഞു, ഈ 2 വാക്കിനും നമ്മൾ 2 ഡിഫറെൻറ്റ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പലരും ഈ ഒരു ഡിഫറൻസ് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല. അവരുടെ മനസ്സിൽ കരയുക എന്ന് പറയുമ്പോൾ ക്രൈ ആണ്, അപ്പോൾ കരഞ്ഞു എന്ന് പറയാനും ക്രൈ ആണെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിൻ്റെ 2 ഫോം ഞാൻ എഴുതിയേക്കുന്നത്. അപ്പം ശ്രദ്ധിച്ച് ബാക്കി ഭാഗം കൂടി കാണാം. ഇനി അടുത്ത വാക്കാണ് ചിരിക്കുക. ചിരിക്കുക എന്നുള്ളതിന് നമുക്ക് പല രീതിയിൽ പറയാം. ഒന്ന് സ്മൈല് പറയാം. അതെന്ന് പറയുമ്പോൾ പുഞ്ചിരിയാണ്. ഓക്കെ. അപ്പം ചിരിച്ചു, സ്മൈൽ, പുഞ്ചിരിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് എങ്കിൽ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സ്മൈൽ. പുഞ്ചിരിച്ചു എന്നെങ്ങനെ പറയും? സ്മൈൽഡ് എന്ന് പറയും. പുഞ്ചിരിച്ചു, സ്മൈൽഡ്. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഉറക്കെ ചിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ലാഫ് എന്നാണ് പറയുന്നത്. ലാഫ്. ഓക്കെ. ലാഫ്. അപ്പം ചിരിച്ചു എന്നെങ്ങനെ പറയും? ലാഫ്ഡ്. ഓക്കെ. ലാഫ്ഡ്. ഇനി അടുത്തത് നോക്കുക. നോക്കുക എന്നുള്ളതിന് നമുക്ക് 2 രീതിയിൽ പറയാം. ലുക്ക് എന്ന് പറയാം, അതുപോലെ തന്നെ വാച്ച് എന്ന് പറയാം. അതായത് അവൻ എന്നെ നോക്കുകയാണ്, ഹീ ഈസ് വാച്ചിങ് മീ എന്നും പറയാം. ഓക്കെ. അപ്പം ലുക്ക് എന്നും പറയാം, വാച്ച് എന്നും പറയാം. 2 വാക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നോക്കി എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് ഒന്നുകിൽ ലുക്ക്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വാച്ച്ഡ് എന്നും പറയാം. ഓക്കെ. വാച്ച്ഡ്.
അല്ലെങ്കിൽ ലുക്ഡ്. ഐ ലുക്ക് അറ്റ് ഹർ, ഞാൻ അവളെ നോക്കാറുണ്ട്. ഐ ലുക്ഡ് അറ്റ് ഹർ, ഞാൻ അവളെ നോക്കി എന്നാണ് അർത്ഥം വരുന്നത്. സോ നോക്കുക, ലുക്ക്, നോക്കി, ലുക്ഡ്. ഓക്കെ. ഇനി അടുത്ത ഓടുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? റൺ എന്നാണ് പറയുക. ഓക്കെ. ഇനി ഓടി എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? റൺഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ റാൻ എന്നാണ് പറയാ. റാൻ, RAN, റാൻ. ഓടി, റാൻ. ഹി റാൻ, അവൻ ഓടി. ഓക്കെ. സോ ഇനി സ്വപ്നം കാണുക എന്നുള്ളത് നമ്മൾ എന്താ പറയാ? സ്വപ്നം എന്നുള്ളതിന് നമ്മൾ ഡ്രീം എന്നാണ് പറയുന്നത്. സ്വപ്നം കാണുക എന്നുള്ളതിന് എന്ത് പറയും? ഡ്രീം എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ. ഹീ ഡ്രീംസ് അബൌട്ട് എ ബെറ്റർ ഫ്യൂച്ചർ, അവനൊരു നല്ല ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാറുണ്ട്. സോ ഡ്രീം എന്നാണ് പറയുന്നത്. ഓക്കെ. സ്വപ്നം കാണുക, ഡ്രീം. ഇനി സ്വപ്നം കണ്ടു എന്നെങ്ങനെ നമ്മൾ പറയുന്നത്? ഡ്രംറ്റ് എന്ന് പറയും. ഓക്കെ. ഡ്രംറ്റ്, ഡ്രംറ്റ് എന്നാണ് നമ്മൾ പറയുക. സ്വപ്നം കണ്ടു, ഡ്രംറ്റ്. ഇനി നീന്തുക എന്നുള്ളത് ഇംഗ്ലീഷിൽ എന്താ പറയുക? സ്വിം എന്നാണ് പറയുന്നത്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം, കാരണം സ്വിമ്മിംഗ് പൂൾ എന്നുള്ള വാക്കുള്ളത് കൊണ്ട് സ്വിം എന്നാണ് നീന്തുക എന്നുള്ളതിന് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇനി നീന്തി എന്നെങ്ങനെ പറയും? അവൻ നീന്തി എന്നെങ്ങനെ പറയും? ആ കേസിൽ നമ്മൾ സ്വിംഡ് എന്ന് പറയില്ല, സ്വാം എന്നേ പറയത്തുള്ളൂ. സ്വാം. ഓക്കെ. സ്വാം, സ്വിം, സ്വാം. ഇനി നടക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? നടക്കുക എന്നുള്ളതിന് നമ്മൾ വാക്ക് എന്നാണ് പറയുക. വാക്ക്. ഓക്കെ. ഇനി നടന്നു എന്നുള്ളതിനോ? വാക്ക്ഡ്, വാക്ക്ഡ് എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ ഓരോ വാക്കുകൾ നോക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഈ ക്രൈഡ് എന്നുള്ള വാക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് പലർക്കും ഒരു ടെൻഡൻസി ഉണ്ട് ക്രൈഡ് എന്ന് പറയാനുണ്ട്. ആ ഡിക്ക് ഒരു എക്സ്ട്രാ ഒരു പുഷ് കൊടുക്കും. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ക്രൈഡ് എന്ന് പറയാം. അത് ക്രിസ്പായിരിക്കണം, കട്ട് ചെയ്ത് പറയണം. ക്രൈഡ്. അതുപോലെ തന്നെ വാക്ക്ഡ് എന്നാണ് ഇതിന് പറയുന്നത്. വാക്ക്ഡ് എന്നല്ല. ഈ കെ ഭയങ്കരമായിട്ട് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. ഈ ഈനെ നമ്മൾ ഭയങ്കരമായിട്ട് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. വാക്ക്ഡ് എന്ന് പറഞ്ഞാൽ മതി. വാക്ക്ഡ്, ടോക്ക്ഡ്, ക്രൈഡ്. ഓക്കെ. സോ അങ്ങനെയാണ് നമ്മൾ ഈ വാക്കുകൾ ഉച്ചരിക്കേണ്ടത്. ഈ ലാഫ്ഡ് എന്നുള്ളത് ലാഫ്ഡ് എന്നല്ല പറയുന്നത്, ലാഫ്ഡ് എന്നാണ്. അപ്പോൾ ഈ നമ്മൾ അങ്ങനെ സാധാരണ ഉച്ചരിക്കാറില്ല EDയിൽ എൻഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും വായിക്കുന്ന സമയത്ത് ആ മിസ്റ്റേക്സ് വരുത്തുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ് നമ്മളിന്ന് പഠിച്ചത്. ആ വാക്കുകളുടെ 2 ടൈപ്പാണ് നമ്മൾ പഠിച്ചത്. ഒന്നെന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിലും ഒന്നെന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിലും. അങ്ങനെ, അതായത് കുടിക്കുക എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസിലുള്ളതാണ്. കുടിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ അത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ആ 2 വ്യത്യാസമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അഡ്മിഷൻ എടുക്കാനോ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കോഴ്സിനെ കുറിച്ച് കൗൺസിലറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണ്, നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ. English Mithra. Stop worrying, start learning.